ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ പരിചയപ്പെടാം. സസ്യജന്തുജാലങ്ങളെ വർഗീകരിക്കുന്നതിനുള്ള ശാസ്ത്രീയ സൂചനകളെ എന്ത് പറയുന്നു? ആൻസർ ടാക്സോണമിക് കീസ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് ടാക്സോണമിയുടെ പിതാവ് കോൾസ് ലിനേയസ്. ജീവജാലങ്ങളെ 5 കിങ്ഡങ്ങളാക്കി തരംതിരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? RH വിറ്റേക്കർ. ഈ ക്വസ്റ്റ്യൻ 2016 HSCയിൽ വന്നൊരു ചോദ്യമാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതായി ജോൺ റേ. സ്പീഷീസ് പ്ലന്റാരം, സിസ്റ്റമ നാച്ചുറെ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവായി കോൾസ് ലിനേയസ്. വർഗീകരണത്തിന്റെ അടിസ്ഥാന തലം ഇത്. ക്ലാസിഫിക്കേഷന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സസ്യസമ്പത്തിനെ കുറിച്ചുള്ള കേരളത്തിലെ ആദ്യ പുസ്തകം ഏത്? ഹോർത്തൂസ് മലവർക്കസ് ആണ്. ഇതിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രൈഡും അതുപോലെ തന്നെ ഇതിന്റെ ബുക്കിന് വേണ്ടിയുള്ള സംഭാവന നൽകിയത് കൊല്ലാട്ട് ഇ.ടി. അച്യുതൻ വൈദ്യരും രംഗഭട്ടും വിനായക ഭട്ടും അപ്പുഭട്ടുമാണ്. ആരാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? കാൾ വൂസ്. അദ്ദേഹം കിങ്ഡത്തിന്റെ മുകളിലായി പുതിയൊരു തലം, ഒരു ടാക്സോണോട് കൊണ്ടുവന്ന, അതിന്റെ പേരാണ് ഡൊമൈൻ. ഡൊമൈൻ എന്ന തലം കൂടെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഏകകോശ ജീവികളായ യൂക്കാരിയോട്ടിക് ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏത്? യൂണിസെല്ല യൂക്കാരിയോട്ട് ഓർഗാനിസം വരുന്ന കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. സസ്യലോകത്തെ ആഭരണങ്ങൾ എന്നറിയപ്പെടുന്ന പ്രോട്ടിസ്റ്റകൾ ഏത്? ഡയാറ്റംസ് അല്ലെങ്കിൽ ഡൈറ്റമുകൾ. ഡയാറ്റംസിന്റെ സിലിക്ക അംശമുള്ള കോശഭിത്തി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടമുള്ള പദാർത്ഥം ഏത്? ഡയറ്റിമേഷ്യസ് എർത്തുകൾ. ഇതുകൊണ്ട് പോളിഷസും വാർണിഷസും ഓയിലും സിറപ്പും ഫിൽട്ടർ ചെയ്യാനും കെയ്സൽഹർ എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. സിലിക്കയുടെ അംശം അടങ്ങിയിരിക്കുന്ന ഡയാറ്റംസിന്റെ കോശഭിത്തി അറിയപ്പെടുന്ന പേര് ഫ്രസ്റ്റ്യൂൾ എന്നാണ്. സോപ്പ് ബോക്സ് പോലെ 2 പാളികളുള്ള കോശഭിത്തിയാണ് ഫ്രസ്റ്റ്യൂൾ. കെയ്സൽഹർ എന്ന വ്യാവസായിക ഉൽപ്പന്നം നിർമ്മിക്കുന്നത് ഏതിൽ നിന്നാണ്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡൈറ്റിമേഷ്യസ് എർത്തുകൾ. ഗോൾഡൻ ബ്രൗൺ ആൽഗെ എന്നറിയപ്പെടുന്ന പ്രോട്ടിസ്റ്റ ഡൈറ്റമുകളാണ് അല്ലെങ്കിൽ ഡയാറ്റംസ് ആണ്. ഗോൾഡൻ ആൽഗെ എന്നറിയപ്പെടുന്ന പ്രോട്ടിസ്റ്റ ഡെസ്മിഡുകളാണ്. ഡയാറ്റംസും ഡെസ്മിഡുകളും ഉൾപ്പെടുന്ന പ്രോട്ടിസ്റ്റയുടെ വിഭാഗം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ ക്രൈസോഫൈറ്റുകളാണ്. ചുവന്ന തിരമാല പ്രതിഭാസം അഥവാ റെഡ് ടൈഡിന് കാരണമാകുന്ന പ്രോട്ടിസ്റ്റ ഗോണിലക്സ് ആണ്. അത് ഡൈനോഫ്ലജലിസ് എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങളെ പോലെ സ്വഭോഷിയും സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ജന്തുക്കളെ പോലെ പരവേഷിയുമായ പ്രോട്ടിസ്റ്റയാണ് യൂഗ്ലിന. യൂഗ്ലിനിൽ കോശഭിത്തിക്ക് പകരം കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള മാംസ്യാവരണം പ്രോട്ടീൻ ലെയറിന്റെ പേരാണ് പെല്ലിക്കിൾ. ശപോമന്ന ജീവികൾ ഉൾപ്പെടുന്ന പ്രോട്ടിസ്റ്റ ഗ്രൂപ്പ് ഏത്? അതായത് സാപ്രോഫൈറ്റ് ഗ്രൂപ്പുകൾ വരുന്ന പ്രോട്ടിസ്റ്റയാണ് സ്ലൈം മൗൾഡുകൾ. പ്രതികൂല സാഹചര്യങ്ങളിൽ സ്ലൈം മൗൾഡുകൾ രൂപപ്പെടുന്ന ശരീരഭാഗത്തിന് എന്ത് പറയുന്നു? പ്ലാസ്മോഡിയം. അമീബയിൽ സഞ്ചാരത്തിനും ആഹാര സ്വീകരണത്തിനും വേണ്ടിയുള്ള അവയവമാണ് കപടപാദങ്ങൾ അഥവാ സ്യൂഡോപോഡിയ. സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗം പരത്തുന്ന പ്രോട്ടോസോവയാണ് ട്രിപ്പനോസോമ ഗാംബിയൻസ്. ഇത് സേ ഫ്ലൈ എന്ന വെക്ടറിലൂടെയാണ് മനുഷ്യ ബോഡിയിൽ എത്തിച്ചേരുന്നത്. കല അസർ അഥവാ ബ്ലാക്ക് ഫീവർ എന്ന രോഗം പരത്തുന്ന പ്രോട്ടോസോവയാണ് ലീഷ്മാനിയ. അതിന്റെ വെക്ടർ സാൻഡ് ഫ്ലൈ ആണ്. പാരമീസ്യത്തിൽ ആഹാര പദാർത്ഥങ്ങളുടെ ദഹനത്തിന് വേണ്ടി കാണപ്പെടുന്ന അറ ഏത്? ഗള്ളറ്റ്. മലേറിയ അഥവാ മലമ്പനി പരത്തുന്ന പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം സ്പീഷീസുകൾ. പ്ലാസ്മോഡിയത്തിന്റെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഇവിടെ പ്ലാസ്മോഡിയം എന്ന ജീവിയുടെ പേരാണ്. നേരത്തെ പറഞ്ഞ സ്ലൈമോസിന്റെ ബോഡിയുടെ പേര് പ്ലാസ്മോഡിയ. അതിസാരം അഥവാ വയറുകടി അഥവാ അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമായ രോഗാണു അല്ലെങ്കിൽ പ്രോട്ടോസോവ ഏത്? എൻഡമീബ ഹിസ്റ്റോലിക്ക. എൻഡമീബ ഹിസ്റ്റോലിക്കയുടെ ഏത് ജീവിതഘട്ടത്തിലാണ് മാഗ്നയും, അതായത് രോഗകാരിയായിട്ടുള്ള മാഗ്നയും മൈന്യൂട്ടയും കാണപ്പെടുന്നത്? എൻഡമീബ ഹിസ്റ്റോലിയുടെ ഐസൈക്കിൾ എടുക്കുമ്പോൾ പല സ്റ്റേജുകൾ കാണാൻ കഴിയും. അതിൽ സ്ട്രോഫോസൈറ്റ് എന്ന ഘട്ടത്തിലാണ് മാഗ്നയും, അതൊരു രോഗകാരിയായിട്ടുള്ള സ്റ്റേജ് ആണ്. പിന്നെ മൈന്യൂട്ടയും കാണപ്പെടുന്നത്. ഇതിന്റെ മറ്റു ഘട്ടങ്ങളാണ് പ്രീസിസ്റ്റും സിസ്റ്റും. മലേറിയയ്ക്ക് കാരണമായ രോഗാണുവിന്റെ പ്രാഥമിക ആതിഥേയ ജീവി ഏത്? അതായത് പ്രൈമറി ഹോസ്റ്റ് എന്നറിയപ്പെടുന്നത് അനോഫിലസ് പെൺകൊതുകാണ്. ഇപ്പൊ 2 ഹോസ്റ്റ് ഉണ്ട് മലേറിയയ്ക്ക്, ഒന്ന് കൊതുകും പിന്നെ ഒന്ന് മനുഷ്യനുമാണ്. മലേറിയയ്ക്ക് കാരണമായ പ്ലാസ്മോഡിയം വൈവാക്സ് പ്രാഥമിക ആതിഥേയ ജീവിയുടെ ഏത് ശരീരഭാഗത്താണ് ലൈംഗിക രീതിയിൽ പെരുകുന്നത്? അതായത് പ്രൈമറി ഹോസ്റ്റിന്റെ പെൺകൊതുകിന്റെ ഏത് ഭാഗത്താണ് ഇത് റീപ്രൊഡക്റ്റീവ് ആയിട്ട് കപ്പാസിറ്റിയിലൂടെ പെരുകുന്നത്? ഉമിനീർ ഗ്രന്ഥി. ഏത് ഫൈലത്തിൽപ്പെട്ട ജീവികളാണ് സ്യൂഡോസീലും കപടസീലും കാണപ്പെടുന്നത്? ഫൈലം ആഷെൽബന്തസ്. സ്റ്റിങ്ങിങ് കോശങ്ങൾ അഥവാ നിഡോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്ന ഫൈലം ഏത്? നിഡേറിയ അഥവാ സിലിൻഡ്രേറ്റ. നിമറ്റോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് ഏത് ഫൈലത്തിൽ? നിഡേറിയ. ഇത് കഴിഞ്ഞ HSA ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഒബീലിയ ഉൾപ്പെടുന്ന ക്ലാസ് ഏത്? ഹൈഡ്രോസോവ. അറീലിയ അഥവാ ജെല്ലി ഫിഷ് ഉൾപ്പെടുന്ന ക്ലാസ് ഏത്? സ്കൈഫോസോവ. സീ അനമോൺ ഉൾപ്പെടുന്ന ക്ലാസ് ഏത്? ആന്തോസോവ. പ്ലനേറി ഉൾപ്പെടുന്ന ക്ലാസ് ഏത്? ടർബുലേറി. ഇതും കഴിഞ്ഞ HSA ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിവർ ഫ്ലൂക്ക് അഥവാ ഫാഷ്യോള ഉൾപ്പെടുന്ന ക്ലാസ് ഏത്? ട്രെമറ്റോഡ. നാടവര അഥവാ ടീനിയ സോളിയം ഉൾപ്പെടുന്ന ക്ലാസ് ഏത്? സെസ്റ്റോഡ. ഏതെങ്കിലും വസ്തുക്കളിൽ പറ്റി വളരുന്ന വഴി കുഴൽ രൂപത്തിൽ കാണുന്നവയും ഫൈലം നിഡേറിയയിലെ ശരീരഘടനയും ഏത്? പോളിപ്പ്. കുടരൂപത്തിലുള്ളതും സ്വതന്ത്രമായി നീന്തുന്നതുമായ ഫൈലം നിഡേറിയയിലെ ശരീരഘടന ഏത്? മെഡൂസ. ഒബീലിയയിലെ ലാർവയെ അറിയപ്പെടുന്ന പേര് പ്ലാനുല. ജെല്ലി ഫിഷിൽ കാണപ്പെടുന്ന സെൻസറി റിസപ്റ്റേഴ്സിനെ പറയുന്ന പേര് ടെന്റക്കുലോസൈറ്റ്. ഒരു സ്പീഷീസ് തന്നെ ഒന്നിൽ കൂടുതൽ ധർമ്മപരവുമായിട്ടുള്ള വ്യത്യാസ രൂപത്തിൽ കാണപ്പെടുന്നതിന് എന്ത് പറയുന്നു? പോളിമോർഫിസം. ഭക്ഷണ ശേഖരണത്തിനും പോഷണത്തിനും സഹായിക്കുന്ന പോളിപ്പുകൾ അറിയപ്പെടുന്ന പേരാണ് ഗ്യാസ്ട്രോസൂവോയിഡ്സ്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് സഹായിക്കുന്ന പോളിപ്പുകളാണ് ഡാക്ടൈലോസൂവോയിഡ്സ്. പ്ലനേറിയയിൽ കാണപ്പെടുന്ന വിസർജന അവയവം ഫോട്ടോനെഫ്രീഡിയ, അതുപോലെ ജ്വാല കോശങ്ങൾ, ഫ്ലെയിം സെൽസ് എന്ന് പറയും. ഫൈലം നെമറ്റോഡയിലെ വിസർജന അവയവം വിസർജന നളികകൾ. ഫൈലം അനലിഡയുടെ വിസർജന അവയവം നെഫ്രീഡിയ. ഫൈലം അനലിഡയുടെ ലാർവയാണ് ട്രോക്കോഫോർ. ജലാശയത്തിൽ കാണപ്പെടുന്ന അനലിഡകൾക്ക് നീന്തുന്നതിന് ശരീരത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നും പുറത്തേട്ട് നിൽക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് പാരപ്പോഡിയ. മണ്ണിര ഉൾപ്പെടുന്ന ക്ലാസ് ഒളിഗോകീറ്റി. ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലമാണ് ആർത്രോപോഡ. ആർത്രോപോഡയിലെ ജന്തുക്കൾ അവയുടെ ബാഹ്യ അസ്ഥിക്കുടം ഇടയ്ക്കിടെ പൊഴിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ മൗൾട്ടിംഗ് അഥവാ എക്ടൈസിസ് എന്ന് പറയുന്നു. ചെമ്മീനിലെ വിസർജന അവയവമാണ് ഗ്രീൻ ഗ്ലാൻഡ്. ചിലന്തിയിലും തേളിലും കാണപ്പെടുന്ന ശ്വസന അവയവം ബുക്ക് ലെൻസ്. ഷഡ്പദങ്ങളുടെ ശ്വസന അവയവമാണ് ട്രക്കിയ. പാറ്റയുടെ അവയവമായ ട്രക്കിയയുടെ പുറത്തേക്ക് തുറക്കുന്ന സുഷിരങ്ങളാണ് സ്പൈറക്കിളുകൾ. ഇത് 2016 HSA ക്വസ്റ്റ്യൻ ആണ്. ലിമിലസുകളുടെ ശ്വസന അവയവമാണ് ബുക്ക് ഗിൽസ്. ലിമിലസ് എന്ന് പറയുന്നത് ഒരു ലിവിംഗ് ഫോസിൽ എന്നറിയപ്പെടുന്ന ക്രാബ് ആണ്. അത് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആർത്രോപോഡയിൽ ലിവിംഗ് ഫോസിൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് ലിമുലസ് അഥവാ ഹോഴ്സ്ഷൂ ക്രാബ്. പെരിപാറ്റസ് ഉൾപ്പെടുന്ന ഫൈലമാണ് ഒനൈക്കോഫോറ. തേനീച്ചകളിൽ ബീജസങ്കലനം നടക്കാത്ത അണ്ടത്തിൽ നിന്നും മടിയന്മാർ അഥവാ ഡ്രോൺസ് എന്ന മെയിൽസ് ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് എന്ത് പറയുന്നു? അനിഷേക ജനനം അഥവാ പാർത്തനോജെനസിസ്. മൊളസ്കുകളെ കുറിച്ചുള്ള പഠനമാണ് മാലക്കോളജി. മൊളസ്കുകളിൽ ആഹാരം കരണ്ട് തിന്നുന്നതിന് വായിൽ കാണപ്പെടുന്ന അരം പോലുള്ള അവയവമാണ് റാഡുല. മൊളസ്കുകളിൽ ആന്തര അവയവ അറയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്പോഞ്ച് രൂപത്തിലുള്ള ചർമ്മഭാഗമാണ് മാന്റിൽ. നീർച്ചാൽ വ്യവസ്ഥ അഥവാ വാട്ടർ കനാൽ സിസ്റ്റം കാണപ്പെടുന്നത് ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? എക്കൈനോഡെർമേറ്റ. ലാൻഡ്സ്ലെറ്റ് എന്നറിയപ്പെടുന്ന ജീവി ഉൾപ്പെടുന്ന വിഭാഗമാണ് സെഫാലോകോഡേറ്റ. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അസിഡിയ എന്നറിയപ്പെടുന്ന ജീവി ഉൾപ്പെടുന്ന വിഭാഗമാണ് യൂറോകോഡേറ്റ. യൂറോകോഡേറ്റയുടെ ശരീരം മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്ന കട്ടിയുള്ള തുകൽപ്പുള്ള ആവരണമാണ് ട്യൂണിക്. ചില ജീവികളിൽ ലാർവയ്ക്ക് ലൈംഗിക പക്വത ഉണ്ടാവുകയും രൂപാന്തരീകരണം പൂർത്തിയാകുന്നതിന് മുമ്പേ ലൈംഗികമായി പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യുന്ന പ്രതിഭാസത്തെ എന്ത് പറയുന്നു? നിയോടെനി അഥവാ പെഡോജെനസിസ്. സെഫാലോകോഡേറ്റകളിൽ മൃദുവായ ശരീരഭാഗത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഖണ്ഡങ്ങൾ ആക്കിയിട്ടുള്ള മസിലുകൾ കൊണ്ടുള്ള ശരീരഭിത്തി അറിയപ്പെടുന്ന പേരാണ് മയോട്ടോൺസ്. എന്താണ് ഷാഗ്രിൻ? ചത്ത സ്രാവുകളുടെ ത്വക്കിനെയാണ് ഷാഗ്രിൻ എന്നറിയപ്പെടുന്നത്. ഉരകങ്ങളുടെ ഹൃദയത്തിന്റെ പ്രത്യേകത അപൂർണം 4 അറകൾ കാണപ്പെടുന്നു. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ് അണലി. ഇത് 2016 HSA ക്വസ്റ്റ്യൻ ആണ്. താടിയലില്ലാത്ത മത്സ്യങ്ങൾ വരുന്ന കോഡേറ്റിലെ ഡിവിഷനാണ് ഏനാത്ത. ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി. പാമ്പുകളെ കുറിച്ചുള്ള പഠനം ഒഫിയോളജി. പക്ഷികളിലെ ശബ്ദപേടകം സെറിൻസ്. പക്ഷികളിലെ മാറലിന്റെ പേര് സ്റ്റേർണം. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. തരണാസികൾ ഉള്ള മത്സ്യങ്ങൾ കാണപ്പെടുന്ന ക്ലാസ് ഏത്? കോൺട്രിക്ടൈസ്. കോൺട്രിക്ടൈസ് മത്സ്യങ്ങളുടെ ബാഹ്യ ശൽക്കങ്ങളാണ് പ്ലക്കോയിഡ് സ്കെയിൽസ് അഥവാ ശൽക്കങ്ങൾ. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 2. ഓസ്റ്റിക് ടെക്സ് മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന ശൽക്കങ്ങൾ ഏത്? സൈക്കോയിഡ് സ്കെയിൽസ്. സ്രാവിന്റെ കരളിൽ നിന്നെടുക്കുന്ന എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എയും ഡിയും. മരത്താവള എന്നറിയപ്പെടുന്നത് ഹൈല. ടൈഗർ സലൻമാൻഡർ എന്നറിയപ്പെടുന്നത് ആംബ്ലിസ്റ്റോമ. ബ്ലൈൻഡ് വേം എന്നറിയപ്പെടുന്നത് ഇത്തിയോഫിസ്. ഗാർഡൻ ലിസാർഡ് എന്നറിയപ്പെടുന്നത് കലോട്ടസ്. ഓന്തകളിലെ നിറം മാറാനുള്ള കഴിവാണ് ക്യാമോഫ്ലാജ്.
പ്രപഞ്ച നിയമത്തിൽ അനിവാര്യമായ പരിണാമ പ്രക്രിയയ്ക്ക് വിധേയരാകാത്ത ഏക പക്ഷിയാണ് എമു. മാൻ ഓഫ് ദ വുഡ്സ് എന്നറിയപ്പെടുന്ന കുരങ്ങ് വർഗം ഉറാങ്കുട്ടാൻ. ഏറ്റവും വലിപ്പമുള്ള വാലില്ല കുരങ്ങാണ് ഗൊറില്ല. കടൽക്കുതിര എന്നറിയപ്പെടുന്നത് ഹിപ്പോ ക്യാമ്പസ്. ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ദേശാടന പക്ഷി ആർട്ടിക് ടേൺ. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ്. മനുഷ്യരിലെ സ്ഥിരതത്തിന്റെ ഫോർമുല 2123. മനുഷ്യരിലെ പാൽപ്പതിന്റെ ഫോർമുലയാണ് 2102. താളിയുടെ കുഴികളിൽ ഉറപ്പിച്ച രീതിയിൽ ദന്തങ്ങൾ കാണുന്ന അവസ്ഥയാണ് തീക്കഡോൺ ഡെന്റീഷൻ. ദന്തങ്ങൾ ഇല്ലാത്ത സസ്തനികൾ പ്ലാറ്റിപ്പസ്, നീലത്തിമിംഗലം. ഇതിൽ നീലത്തിമിംഗലത്തിന് പല്ലുകൾക്ക് പകരം ബലീൻ എന്നൊരു അവയവമാണ് ഉള്ളത്. ഇത് മനുഷ്യന്റെ നഖങ്ങളുടെയും മുടിയുടെയും അതേ വസ്തുവായ കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ച പല്ലുകൾ പോലുള്ള പ്ലേറ്റുകളാണ് കാണപ്പെടുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളായ അനിമൽ ഡൈവേഴ്സിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു 100 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്നും കൂടെ ഇത് വായിച്ച് നന്നായിട്ട് പഠിക്കുക. ഇതിൽ കൂടുതൽ പോയിന്റുകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ച് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.